ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. രാവിലെ 8 മണി മുതൽ വോട്ട് എണ്ണി തുടങ്ങും. ആദ്യ ഫല സൂചനകൾ 8:15 അറിയാൻ കഴിയും. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിലാണ് BJP. രാജ്യം കണ്ട ഒരുപക്ഷെ ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അഴിമതിയുടെ പേരു പറഞ്ഞ് അധികാരത്തിലെത്തിയ AAPയുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അഴിമതിയുടെ പേരിൽ ജയിലിലാകുന്ന ഒരു സാന്നിധ്യത്തിൽ നടന്ന വോട്ടെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഈ തിരഞ്ഞെടുപ്പിനുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പാർട്ടി അമ്പാടെ ഇല്ലാതാകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഡൽഹിയിൽ നിന്ന് കാണാൻ കഴിയുന്നതെന്നൊരു പക്ഷേ പറയാം. കാരണം അത്രയധികം ജനരോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് AAP തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കടന്നുപോയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കെട്ടിവെച്ച കാശെങ്കിലും തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൊരു തിരഞ്ഞെടുപ്പ് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അല്ലാതെ അവർ ജയിക്കുമെന്ന അവകാശവാദം ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അതേസമയം മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത ആത്മവിശ്വാസത്തിലാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ശരിവയ്ക്കുന്നു. അവരുടെ ആത്മവിശ്വാസം അത്ര കണ്ട് സജീവവുമാണ്. ഒരുപക്ഷെ കെജ്രിവാൾ തോൽക്കുമെന്ന് അമിത്ഷാ പ്രകടിപ്പിച്ചത് വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല എന്നും ജനവികാരം എത്രത്തോളം ഡൽഹിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ച് തന്നെയാണ് ആ പ്രതികരണം ഉണ്ടായതുമെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തവുമാണ്. ഒരു പക്ഷേ AAPയുടെ എല്ലാ പ്രമുഖ നേതാക്കളും അതിഷി ഉൾപ്പെടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിഷി ഉൾപ്പെടെ വലിയ കടുത്ത ഒരു മത്സരം നേരിട്ട തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ വലുതായി ചർച്ച ചെയ്യപ്പെടുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു സമൂഹം എന്ന് പറയുന്നത് മധ്യവർഗമാണ്. സാലറീഡ് പീപ്പിൾ നമ്മൾ പറയുന്ന ഒരു വിഭാഗമാണ്. അവർ എത്രത്തോളം AAPക്ക് എതിരായി എന്നുള്ളത് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം എക്സിറ്റ് പോളുകളെല്ലാം AAPക്ക് എതിരാണ്. BJP വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കുമൊക്കെയാണ് പോകേണ്ടത്. 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ രീതിയിൽ ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗൗതം, കരുതപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറം എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി സൂചിപ്പിച്ചു വയ്ക്കുന്നത് BJP വലിയ വിജയം നേടും എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയധികം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. വിവരങ്ങൾ എന്താണ്? വീണ, ഇനിയും വോട്ടെണ്ണൽ ആരംഭിക്കാൻ 2 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. 8 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ തുറന്നുകൊണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ 5-ാം തീയതിയാണ് വോട്ടെടുപ്പ് ഡൽഹിയിൽ നടന്നത്. ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഏതാണ്ട് 12 എക്സിറ്റ് പോളുകളിൽ 10 എണ്ണവും BJPക്ക് ഡൽഹിയിൽ അധികാരം ഉറപ്പാണ് എന്ന രീതിയിൽ വിവരിക്കുന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. അതിൽ മൈ ആക്സസ് ഇന്ത്യ പോലെയുള്ള എക്സിറ്റ് പോളുകൾ BJP 50-ന് മുകളിലേക്ക്, അതായത് കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റാണ് 70 അംഗ ഡൽഹി നിയമസഭയിൽ വേണ്ടതെങ്കിൽ ഏതാണ്ട് 40-നും 45-നും 55-നും ഇടയിൽ സീറ്റുകൾ നേടിക്കൊണ്ടുള്ള ആധികാരിക വിജയം BJPക്ക് ഉണ്ടാകുമെന്ന പ്രവചനമാണ് മൈ ആക്സസ് ഇന്ത്യ പോലെയുള്ള പല എക്സിറ്റ് പോൾ സർവേകളും നടത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ എക്സിറ്റ് പോൾ ഫലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 12 മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളിൽ 2 എണ്ണം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഭരണ തുടർച്ചയുണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള പ്രവചനം നടത്തുന്നത്. ബാക്കി മുഴുവൻ എക്സിറ്റ് പോളുകളും BJP 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് ഭരണത്തിലെത്തുമെന്ന് പ്രവചിക്കുകയാണ്. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയമായ ഘടകം ഈ മുഴുവൻ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് സമ്പൂർണ്ണമായ ഒരു പരാജയം ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് ഒരുപോലെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കോൺഗ്രസിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ ഡൽഹിയിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2013-ൽ 8 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ നിന്നും താഴെ പോകുന്ന ഘട്ടത്തിൽ 70 അംഗ ഡൽഹി നിയമസഭയിൽ കേവലം 8 സീറ്റുകൾ മാത്രമായി കോൺഗ്രസ് ചുരുങ്ങിയിരുന്നു. പിന്നീട് 2015-ലും 2020-ലും ഒരു സീറ്റ് പോലും വിജയിക്കാനാകാതെ സംസ്ഥാന നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദയനീയ പരാജയമാണ് കോൺഗ്രസിന് രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ചിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ 7 സീറ്റുകളിലും സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അതിനാൽ ഭരണ തുടർച്ചയില്ല എന്ന് ആം ആദ്മി പാർട്ടിക്ക് കൃത്യമായ സന്ദേശം നൽകുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് കാര്യമായ ചലനം ഈ തെരഞ്ഞെടുപ്പിലും സൃഷ്ടിക്കാൻ കഴിയില്ല
എന്നത് സംബന്ധിച്ചുള്ള സന്ദേശം നൽകുന്നു. അങ്ങനെ ഇന്ത്യ ബ്ലോക്കിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളിൻ്റെ മാത്രം ഒരു ആത്മവിശ്വാസമല്ല, മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലയളവിൽ തന്നെ BJP വലിയ മുൻതൂക്കം നേടിയിരുന്നു എന്ന ഒരു വസ്തുതയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ വളരെ സജീവമായി ഇടപെടുകയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല, ആ സമയത്ത് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പൾസ് BJPക്ക് അനുകൂലമായിരുന്നു. കാരണം 11 വർഷത്തെ ആം ആദ്മി ഭരണത്തിനെതിരെയുള്ള വലിയ വികാരം രാജ്യതലസ്ഥാനത്ത് നിലനിന്നിരുന്നു. പ്രഖ്യാപിച്ച പല പ്രഖ്യാപനങ്ങളും പാഴ്വാക്കായി. അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിൽ കെജ്രിവാൾ പരാജയപ്പെട്ടു. ഒപ്പം ഡൽഹി മദ്യനയ അഴിമതിയും ജലബോർഡ് അഴിമതിയും ഉൾപ്പെടെയുള്ള അത് വളരെ പ്രധാനമാണ് ഗൗതം. കാരണം ഇത് ഈ പ്രചരണ കാലയളവിൽ മാത്രമല്ല, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും പിന്നീട് AAPയും ഒക്കെ ഭരിച്ചു മുടിച്ചൊരിടം. അവിടേക്ക് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് BJPയുടെ എൻട്രി എന്ന രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ BJP നേതാക്കൾ അവിടെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കാരണം അവരത് ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്ന തരത്തിലേക്ക് അമ്പെ തകർന്നു പോകുന്നൊരു സാഹചര്യം, ആത്മവിശ്വാസക്കുറവ് ജനങ്ങളിലൊക്കെ മാറി മാറി വന്ന് ഭരിച്ച പാർട്ടികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ വാസ്തവം? വീണ, അത് തന്നെയാണ്. അതായത് ജനങ്ങൾക്ക് വലിയ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ സമയം അഴിമതി പൂർണ്ണമായി താൻ ഇല്ലാതാക്കുമെന്ന വലിയ പ്രഖ്യാപനം. നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ ചരിത്രം, അരവിന്ദ് കെജ്രിവാളിൻ്റെ ചരിത്രമൊക്കെ. സർക്കാർ ഉദ്യോഗസ്ഥനായ കെജ്രിവാൾ ഗാന്ധിയനായ അണ്ണാ ഹസാരെയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന സംഘടനയുടെ പേരിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ വലിയ തോതിൽ സമരം ചെയ്യുകയും അഴിമതി വിരുദ്ധതയാണ് തൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും മുഖമുദ്ര എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അഴിമതി വിരുദ്ധ നിലപാടുകൾ പ്രഖ്യാപിച്ച് പ്രത്യേകിച്ച് ഗാന്ധിയനായ അണ്ണാ ഹസാരെയുടെ നിഴലായി നിന്നുകൊണ്ട് വളർന്ന അരവിന്ദ് കെജ്രിവാൾ പക്ഷേ പിന്നീട് അഴിമതിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ആം ആദ്മി പാർട്ടിയും സർക്കാരും മാറുന്നൊരു കാഴ്ചയാണ് അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഒരുപോലെ തീഹാർ ജയിലിലേക്ക് പോയി അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുറിയിൽ കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഡൽഹി ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അങ്ങനെ അഴിമതിയുടെ ഒരു കേന്ദ്രമായി രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി സർക്കാർ മാറി എന്നത് വലിയ ജനരോക്ഷത്തിന് വഴിവെച്ചു. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അഴിമതിയുടെ പേരിൽ, അഴിമതി വിരുദ്ധ മുന്നണി എന്ന പേരിൽ രൂപീകരിച്ച, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ്റെ ഭാഗമായി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ രൂപീകരിച്ച ആം ആദ്മി പാർട്ടി. അതിനാൽ സ്വാഭാവികമായും ആ പാർട്ടി രാജ്യത്ത് മുൻപ് കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ ഭാഗമായി എന്നതിന് തെളിവുകൾ വരികയും ഈ പാർട്ടി രൂപീകരിച്ച നേതാക്കൾ തന്നെ ജയിലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതോടെ അതിൻ്റെ പ്രതിച്ഛായയും അതോടൊപ്പം തന്നെ അതിൻ്റെ അടിത്തറയും പൂർണ്ണമായി ഇല്ലാതായി. ഒപ്പം കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള വലിയ പിളർപ്പുകളും അസ്വാരസ്യവും. കാരണം കെജ്രിവാളിൻ്റെ മുൻപ് ജയിലിലേക്ക് പോയ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും മറ്റു മന്ത്രി പദവികളും രാജിവെപ്പിച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. അതേ കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ആദ്യം അദ്ദേഹം സ്വന്തം പത്നിയെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പാർട്ടിക്കകത്ത് തന്നെ വലിയ വിവാദമാകുമ്പോൾ ജയിലിൽ കിടന്ന് തന്നെ രാജിവെക്കാതെ ഭരിക്കുക എന്നൊരു സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചു. ഏറ്റവും ഒടുവിൽ അത് വലിയ വിവാദമായി പാർട്ടിക്കകത്ത് തന്നെ പിളർപ്പ് പോലും ഉണ്ടാകുമെന്നൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് യുവ നേതാവായിട്ടുള്ള അതീഷി മർലിനെയും അവിടെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കുവാൻ കെജ്രിവാൾ തയ്യാറാകുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ വലിയ പടയൊരുക്കം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അതിനൊപ്പമാണ് മറ്റ് അഴിമതി ആരോപണങ്ങൾ. ഡൽഹി മദ്യനയ അഴിമതിയും ജലബോർഡ് അഴിമതിയും പോലുള്ള അഴിമതികൾ മാത്രമല്ല, ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിച്ചത്, 40 കോടി രൂപ മുടക്കി ശീഷ് മഹൽ മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. അപ്പോൾ ഇത്തരം നിരവധി വിഷയങ്ങളെ അഭിമുഖീകരിച്ച് അതിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിലാണ് BJP മറുഭാഗത്ത് 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനം പിടിക്കാൻ അരയും തലയും മുറുക്കി ഇറക്കുന്നത്. സ്വാഭാവികമായും ആ ഭരണവിരുദ്ധ വികാരത്തെ സ്വാഭാവികമായും BJP ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. വീണ, 70 അംഗ നിയമസഭ കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റ് വേണം. 2020 കണക്കെടുത്താൽ AAP 62 സീറ്റ് വന്ന് BJP 8 സീറ്റുമാണ് നേടിയത്. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ ചാണക്യ, മാട്രിക്സ്, PMark, പോൾ ഡയറി എന്നിവയെല്ലാം തന്നെ എക്സിറ്റ് പോളുകളിൽ വലിയ മുൻതൂക്കമാണ് BJPക്ക് പ്രവചിച്ചത്. പ്രധാനപ്പെട്ട എന്തൊക്കെ
പ്രചരണ വിഷയങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി, ഗൗതം? കെജ്രിവാൾ സർക്കാരിനെതിരെയുള്ള അഴിമതി തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ വിമർശനമായി BJP ഉയർത്തിയിരുന്നത്. ഒന്ന്, ഡൽഹി മദ്യനയ അഴിമതി പോലുള്ള അഴിമതി കേസുകൾ ജനങ്ങൾക്കിടയിലേക്ക് BJP കൊണ്ടുവരുന്നുണ്ടായിരുന്നു. രണ്ടാമത്, പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ല എന്നത് സംബന്ധിച്ചുള്ള വലിയ പ്രചരണം BJP ജനങ്ങൾക്കിടയിൽ നടത്തി. 2015-ലെയും 2020-ലെയും ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളിൽ ചിലത്, അതിലേറ്റവും വിവാദങ്ങളിലായ ഒന്ന് ഈ ഡൽഹിയുടെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന അല്ലെങ്കിൽ ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ യമുന നദിയുമായി ബന്ധപ്പെട്ടതാണ്. യമുനയെ പൂർണ്ണമായി ശുചീകരിക്കും എന്നത് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം BJP ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടത്തിയിരുന്നു. 2015-ലെയും 2020-ലെയും പ്രധാനപ്പെട്ട അവരുടെ പ്രഖ്യാപനങ്ങളിലൊന്ന് യമുന നദി പൂർണ്ണമായി ശുചീകരിച്ചുകൊണ്ട് അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ നദിയെ മാറ്റുകയും അതിലൂടെ ശുദ്ധജലം ഡൽഹി നിവാസികൾക്ക് വിതരണം ചെയ്യുമെന്നുള്ളതായിരുന്നു. പക്ഷേ യമുനയുടെ സ്ഥിതി ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ മോശമായി. ഛഠ് പൂജ നടത്താൻ പോലും ഭക്തർക്ക് കഴിയാത്ത രീതിയിലേക്ക് യമുനാജിയുടെ അവസ്ഥ മാറ്റി എന്നതാണ് BJP ഉയർത്തിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒപ്പം എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുമെന്നത് കെജ്രിവാളിൻ്റെ ഒരു പ്രധാന പ്രഖ്യാപനമായിരുന്നു. അത് 2013 മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രഖ്യാപനമാണ്. ഡൽഹിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മാരക രോഗങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തവും കോളറയും ഒക്കെ പോലെയുള്ള ഡെങ്കുവും ഒക്കെ പോലെയുള്ള പല പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട്. അതിൽ ഈ മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികളുടെ അടിസ്ഥാന കാരണം ഈ മോശം വെള്ളം ഉപയോഗിക്കുന്നതാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ വർഷങ്ങളായി തന്നെ പറയുന്നതാണ്. അതിനാൽ ഡൽഹിയിൽ ശുദ്ധജലം നൽകുമെന്നത് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ വർഷങ്ങളായി നടത്തി. പക്ഷേ അത് ഒരു രീതിയിലും ഫലം കണ്ടില്ല. ഓരോ വർഷവും മാരകമാരികൾ ഈ മോശം കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിലേക്ക് പോലും ഈ വൈറസുകൾ പടർന്നു പിടിച്ചു. ഇക്കാര്യം BJP ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം ആരോഗ്യ മേഖലയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഡൽഹിയിലെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുമെന്ന് പലതവണ പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ അതിൽ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ പൂർണ്ണമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഈ ഡൽഹിയിലെ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ കോവിഡ് എല്ലാ പരിധിയും കടന്ന് പോകുന്ന ഘട്ടത്തിൽ അതിനെ പിടിച്ചു നിർത്തുവാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി തന്നെ ഇടപെടേണ്ടി വന്നതൊക്കെ BJP കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം ഫ്രീബീസുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് 200 യൂണിറ്റ് സൗജന്യമായിട്ട് വൈദ്യുതി നൽകുന്നതും അതോടൊപ്പം തന്നെ സൗജന്യ കുടിവെള്ളം നൽകുന്നതും സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യമായി യാത്ര നൽകുന്നതുമൊക്കെ ആം ആദ്മി പാർട്ടി വലിയ നേട്ടമായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. 2015 അധികാരത്തിലെത്തുന്ന ഘട്ടത്തിലാണ് സൗജന്യ വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ആം ആദ്മി നടപ്പാക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് നൽകി. അപ്പോൾ ഇത്തരം ഫ്രീബീസ് തുടരുമെന്നും BJP എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ഫ്രീബീസ് നിർത്തലാക്കുമെന്നൊരു ആരോപണം കൂടി അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നുണ്ടായിരുന്നു, ആം ആദ്മി നടത്തുന്നുണ്ടായിരുന്നു. പ്രധാനമായും 70 മണ്ഡലങ്ങളിലും BJP ഇത്തരം വിഷയങ്ങൾ ഉയർത്തുമ്പോൾ മറുഭാഗത്ത് അധികാരത്തിലിരിക്കുമ്പോൾ നടപ്പാക്കിയിട്ടുള്ള ചില പദ്ധതികൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചരണം ആം ആദ്മി പാർട്ടിയും മറുഭാഗത്ത് നടത്തുന്നുണ്ടായിരുന്നു. അതേസമയം ഈ AP നടത്തിയ പ്രചാരണത്തിൽ വലിയ രീതിയിൽ അധികാര ദുർവിനിയോഗം നടന്നു എന്ന ഒരു ആരോപണം കൂടി. അത് ആരോപണം എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ BJP മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസിനും ആ വിഷയത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല. കാരണം സന്ദീപ് ദീക്ഷിത് അടക്കം ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വന്ന് നമുക്കറിയാവുന്ന കൃത്യമായി അധികാര ദുർവിനിയോഗം നടത്തിയുള്ളൊരു പ്രചരണമല്ലേ AP നടത്തിയത്? വീണ, ഇന്ത്യ ബ്ലോക്കിനകത്ത് തന്നെ വലിയ ഭിന്നത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കാണാമായിരുന്നു. ഇന്ത്യ മുന്നണിക്കകത്ത് ഏറ്റവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 6 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഡൽഹിയിൽ ഇരു മുന്നണികളും പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ഒരു കെടുകാര്യസ്ഥതയും ഇല്ലാത്ത ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന് പറ്റുന്നയാളല്ല, മറിച്ച് പറയുന്ന പ്രവൃത്തിയും വാക്കും പ്രവൃത്തിയും തമ്മിൽ 2 ദിശയിലൂടെയാണ് പോകുന്നത് എന്ന ആരോപണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും വരെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കെജ്രിവാൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൽഹിയുടെ പുരോഗതിക്കായി കാര്യമായി ഒന്നും ചെയ്തില്ല, കേവലം വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്ന പ്രചരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തി എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല കോൺഗ്രസ് അവർക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം പല നിയമസഭാ മണ്ഡലങ്ങളിൽ
മണ്ഡലങ്ങളിലും നടത്തി എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. അത് ഇന്ത്യ മുന്നണിക്കകത്തെ ഭിന്നത കൃത്യമായി തന്നെ മറനീക്കി പുറത്തു വരുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ 70 മണ്ഡലങ്ങളിലും കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് മാത്രമല്ല ആം ആദ്മി പാർട്ടിക്കെതിരെ വളരെ സജീവമായി പ്രചരണം നടത്തി എന്നതുകൂടി എടുത്തു കാണേണ്ടതുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിനകത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വലിയ വിള്ളലുകളുടെ തുടക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മി കോൺഗ്രസ് മത്സരത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഇടത് പാർട്ടികൾ കാര്യമായ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ കാര്യമായ ചലനമോ ഡൽഹി രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിൽ പോലും അവരും 6 സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു പേരിനെങ്കിലും 6 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രംഗത്തുണ്ട്. അതോടൊപ്പം മറ്റ് ഇന്ത്യ ബ്ലോക്കിലെ ചെറുകക്ഷികൾ പലതും ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അത് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ RJD നേതാവും ബീഹാറിലെ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രൂപീകരിച്ച ഒന്നാണ് എന്നൊരു പ്രസ്താവന അടുത്തിടെ തേജസ്വി യാദവ് നടത്തിയിരുന്നു. അത് അടിവരയിടുന്ന രീതിയിലുള്ള നീക്കം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നുവെന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 ലോക്സഭാ സീറ്റുകളിൽ സഖ്യമായി മത്സരിച്ച കോൺഗ്രസും ആം ആദ്മിയും വ്യത്യസ്തമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിയെന്ന് മാത്രമല്ല പരസ്പരം പോരടിക്കുകയും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ അതിരൂക്ഷമായ വിമർശനം നടത്തി. കെജ്രിവാൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും ഈ വേസ്റ്റ് കൂമ്പാരമായി ഡൽഹിയെ മാറ്റി തുടങ്ങിയ ആരോപണങ്ങൾ വരെ BJP അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ തന്നെ കോൺഗ്രസും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉയർത്തിയെന്നത് ഇന്ത്യ സഖ്യത്തിനകത്തെ കടുത്ത ഭിന്നതയെ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. ശരി ഗൗതം, അല്പസമയം മറ്റു വാർത്തകൾ നോക്കിയ ശേഷം തിരിച്ചു വരാം. AP അതായത് അഴിമതിക്കെതിരെ ചൂലെടുത്ത് രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ അഴിമതി കേസിൽ ജയിലിലായതോടെയാണ് ആ പാർട്ടിയിൽ വിശ്വാസം ആകെ നഷ്ടപ്പെട്ടു പോയത്. അതേസമയം കൃത്യമായ പ്രചരണങ്ങളിലൂടെ ജനങ്ങളോട് അടുത്ത് നിന്ന് BJPക്ക് വലിയ മുൻതൂക്കം പ്രവചിച്ച എക്സിറ്റ് പോളുകളിൽ പ്രവചിച്ച ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ വോട്ടെണ്ണൽ 8 മണിക്ക് തുടങ്ങാനിരിക്കെ കൂടുതൽ സമയവും ഈ വിഷയത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. വിപുലമായ സജ്ജീകരണങ്ങളാണ് ജനം TV ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ റിപ്പോർട്ടർമാർ നമ്മോടൊപ്പം തത്സമയം ചേരുകയും ചെയ്യും.